വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ആലവട്ടമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ആലവട്ടെന്നും ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. 2 ടൈപ്പ് വുളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ MDFിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ സെൻറ്ററിലൊരു ഹോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം അത് ഇത്രയും വലിയ MDF കിട്ടാത്ത കാരണം ഞാനത് ക്ലോക്ക് ഉണ്ടാക്കാൻ റേസിനായിട്ടൊക്കെ ചെയ്യുമ്പോൾ ക്ലോക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന MDFിൻ്റെ ബോർഡാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. 40 സെൻറ്റിമീറ്റർ ടോട്ടൽ ലെങ്ത്ത് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ നോർമൽ ക്ലോത്താണ് അതിൻ്റെ മേലെ ഒട്ടിക്കുന്നത്. വെൽവെറ്റ് ഒന്നല്ല, നോർമൽ ക്ലോത്താണ് അതിൻ്റെ മേലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനതൊന്ന് ജസ്റ്റ് ഒരു കട്ടിയുള്ളൊരു പേപ്പർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തു. കാരണം നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കിൽ അതേപോലെ ഞാൻ തുടയ്ക്കാത്ത കാരണം നല്ലോണം ആ ഗ്ലൂവിൻ്റെ പാട് നല്ലോണം നിന്നിടുന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലൂ കട്ട പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടും ഒരു പീസ് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു. അത് ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ ആ തുണി അതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞിരുന്നു 40 സെൻറ്റിമീറ്ററാണ് നമ്മളിതിന് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്ററിൽ നമ്മളത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം എങ്ങനെയാണോ ഡിസൈൻ വരേണ്ടത് അതേപോലെ ഒന്ന് വരച്ചെടുക്കണം. അതിൻ്റെ മേലെ ഞാൻ നോർമൽ കോമ്പസ് വെച്ചിട്ടാണ് വരച്ചെടുക്കണത്. ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം നമ്മൾ മേടിച്ചിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ ഏത് ഷോപ്പിലും ഇതേപോലത്തെ മേടിക്കാൻ കിട്ടും. പല ദൈവങ്ങളുടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിസൈൻ ഞാൻ വരെ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് 4 സെൻറ്റിമീറ്റർ ആദ്യം മാർക്ക് ചെയ്തു, പിന്നെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. കാരണം ഞാൻ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഒരു വുളൻ ത്രെഡിൻ്റെ മേലേക്ക് അടുത്ത വുളൻ ത്രെഡ് കയറി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വുളൻ ത്രെഡിൻ്റെ ലെങ്ത് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് സർക്കിൾ വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പെൻസിലുകൊണ്ടാണ് വരച്ചെടുത്തത്. അത് കറക്റ്റായിട്ട് തെളിയാത്ത കാരണം അതിനുശേഷം ഞാൻ മാർക്കർ വെച്ചിട്ട് ഒന്നുകൂടിയും അതിൻ്റെ മേലെ വരച്ചു കൊടുത്തു, കറക്റ്റ് തെളിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വുളൻ ത്രെഡ് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ സർക്കിൾ ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളെടുത്ത ഗുരുവായൂരപ്പൻ്റെ രൂപം 9 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ 11 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഉള്ളിലത്തെ സർക്കിൾ വരച്ചു കൊടുക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ നിന്ന് ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബീഡ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമ്മൾ മേടിച്ചിട്ടുള്ളത് തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൻ്റെ ലൊക്കേഷനും നമ്പറൊക്കെ വരുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ വുളൻ ത്രെഡ് ചുറ്റുന്ന വീഡിയോയും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ലാസ്റ്റത്തെ 2 സർക്കിൾ, അവിടെയാണ് നമ്മൾ 2 വുളൻ ത്രെഡും ഒട്ടിക്കാൻ പോണത്. ഉള്ളിലുള്ള സ്ഥലത്താണ് നമ്മൾ ബാക്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബീഡ്സൊക്കെ ഒട്ടിക്കണത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി കാണാനും മറക്കരുത്. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടം, മാലവട്ടം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ തരാം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് കാണുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക.
കമൻറ്റ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് ചെയ്ത സമയത്ത് വന്നതായിരുന്നു. ഇതേപോലെ മിറർ കംപ്ലീറ്റ് റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. നല്ല രസം ഉണ്ടാവും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചെയ്യണ സമയത്ത്, കാരണം നല്ല ഭംഗി ഉണ്ടാവും. അത് എൻ്റെ കയ്യിൽ അത്ര മിറർ ഇല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്.